ആദിപരാശക്തി ആദിപരാശക്തി ആദികൾ തീർത്തരുളൂ ദേവി ആദിപരാശക്തി 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 ആദികൾ തീർത്തരുളൂ ദേവി ആദിപരാശക്തി നവയിരുഗുണിതകരം ദേവി വാഹനമൊരു സിംഹം കമലദളം തൊഴുമാ കണ്ണുകൾ ഒരു മൃദുഹാസകരം ഒളിചിതറും വദനം ദേവിക്കൊരുപോലേഴു ഗുണം ഗജമൃഗമദനതരം കോപം അജനാദികൾ ഭജിതം തിരിയുക മമ ഹൃദി നീ നിത്യം ചൊരിയുക സകലവരം കരുതുകയഗതിയെയും വഴിപോൽ അഖിലാണ്ടേശ്വരിയേ ആദിപരാശക്തി ആദിപരാശക്തി ആദികൾ തീർത്തരുളൂ ദേവി ആദിപരാശക്തി ആദിപരാശക്തി ആദിപരാശക്തി. താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മള് 11ാമത്തെ അധ്യായം വിശ്വരൂപ ദർശനം കഴിഞ്ഞിട്ട് 12ാമത്തെ ഭക്തിയോഗം എന്ന് പേരിട്ട അധ്യായം എന്നേ ഉള്ളൂ. ആ 7ാമത്തെ അധ്യായം മുതൽ പറഞ്ഞത് മുഴുവൻ ഭക്തിയുടെ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അത് കാരണം ഇതില് പ്രത്യേകിച്ച് ഇവിടെയാണ് ഭക്തി എന്നില്ല. ജ്ഞാനവിജ്ഞാന യോഗം എന്നാണ് 7ാമത്തെ അധ്യായത്തിന് പേര്. രാജവിദ്യ രാജഗുഹ്യ യോഗം എന്നാണ് 9ാമത്തെ അധ്യായത്തിന് പേര്. പക്ഷെ ഇവിടെ പറഞ്ഞത് മുഴുവൻ ഭക്തിയാണ്. 10ാമത്തെയും 11ാമത്തെയും അധ്യായത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യപ്പെട്ടതും അർജുനന് കാണിച്ചു കൊടുത്തതും ഭക്തി എന്ന ഐഡിയ മനസ്സിൽ ഉറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്കത് മനസ്സിൽ ഉറയ്ക്കാൻ വേണ്ടി ഭഗവാൻ ഉപയോഗിച്ച പ്രോപ്സ് ആയിരുന്നു 10ാമത്തെയും 11ാമത്തെയും അധ്യായം എന്നും വേണമെങ്കിൽ പറയാം. എന്നിട്ട് ഇത് രണ്ടും പറഞ്ഞു കൊടുത്തിട്ട് ഈ അധ്യായത്തിൽ അർജുനന് അവിടെ നിന്ന് വരുന്ന ചോദ്യങ്ങളിലൂടെ ഇതിനെ ഉപസംഹരിക്കുകയാണ്, അല്ലെങ്കിൽ ഈ ഐഡിയനെ എക്സ്പ്ലെയിൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുകയാണ് ഭഗവാൻ ഈ അധ്യായത്തിലൂടെ ചെയ്യുന്നത്. ഷോർട്ട് ചാപ്റ്റർ ആണ്, 20 ശ്ലോകങ്ങളേ ഉള്ളൂ. പക്ഷെ 20 വളരെ മനോഹരമായ കവിത്വ ഗുണത്തിലും ആശയ സമ്പുഷ്ടതയിലും ഒരേപോലെ മികച്ചു നിൽക്കുന്ന 20 എളുപ്പമായിട്ട് ഓർമ്മിക്കാൻ പറ്റുന്ന ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത്, അപ്പൊ നമ്മൾ ഒരു ജെനസിസ് നോക്കി പോയാല് 9ാമത്തെ അധ്യായത്തില് നമ്മള് രാജവിദ്യ രാജഗുഹ്യ യോഗത്തിൽ ഭഗവാൻ അർജുനോട് പറഞ്ഞു, മത്സ്ഥാനി സർവഭൂതാനി നചാഹം ചേഷവസ്ഥിതം, ഐ എം നോട്ട് ഇൻ ദം, ദേ ആർ ഓൾ ഇൻ മീ. റൈറ്റ്? അപ്പൊ അവിടെ നമ്മൾ അതിനെപ്പറ്റി ആദ്യം പറഞ്ഞു അങ്ങനെയല്ല എന്ന്, പിന്നെ പറഞ്ഞു ഇങ്ങനെയാണെന്ന്, പിന്നെ പറഞ്ഞു പശ്യമേ യോഗം ഐശ്വര്യം, എന്റെ ഐശ്വര്യം എന്റെ ഗ്ലോറി കാണും. അപ്പൊ മത്സ്ഥാനി സർവഭൂതാനി, എല്ലാ ഭൂതങ്ങളും, ദേ ആർ ഇൻ മീ, ഐ ആം നോട്ട് ഇൻ ദം. അപ്പൊ നമ്മൾ ആ ഫൈനൈറ്റ് ഇൻഫൈനൈറ്റ് ഡിഫറൻസിനെ കാണിക്കാൻ വേണ്ടിയാണ് അവിടെ അങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. പിന്നെ നമ്മൾ അതിന് സ്വർണത്തിന്റെ ഉദാഹരണം പറഞ്ഞു, ഓഷ്യനും വേവ്സിന്റെ ഉദാഹരണം പറഞ്ഞു. നമ്മൾ അതിനെ വി എക്സ്പ്ലെയിൻ. അപ്പൊ അത് അവിടെ നിന്നാണ് ആ ദേ ആർ ഇൻ മീ, ഐ ആം നോട്ട് ഇൻ ദമിന്റെ എക്സാമ്പിൾ ആയിരുന്നു 11ാമത്തെ അധ്യായം മുഴുവൻ. റൈറ്റ്? ഈ കാണിച്ചു കൊടുത്തത് മുഴുവൻ എല്ലാം ഭഗവാനിലാണ് അർജുനൻ കണ്ടത്. അല്ലാതെ ധൃതരാഷ്ട്ര പുത്രന്മാരുടെ ഉള്ളിൽ ഭഗവാനെ അർജുനൻ കണ്ടില്ല. അവിടെ മഹർഷിമാർ സ്തുതിക്കുന്ന മഹർഷിമാരുടെ ഉള്ളിൽ അർജുനൻ ഭഗവാനെ കണ്ടില്ല. റൈറ്റ്? ഈ സൂര്യനും ശശിയും ഈ ഭൂഗോളം മുഴുവൻ ഉള്ളതിന്റെ ഉള്ളിൽ ഭഗവാനെ കണ്ടില്ല. ഭഗവാനിലാണ് ഭൂഗോളം മുഴുവൻ കണ്ടത്. ദേ ആർ ഇൻ മീ, ആ ഒരു ഐഡിയ. റൈറ്റ്? എല്ലാം ദേ ആർ ഇൻ മീ. അവിടെ നിന്ന് തന്നെയാണ് ഭക്തിയുടെ തുടക്കം. ഭക്തി എന്നല്ല, നമ്മൾ എന്ത് സറണ്ടറിന്റെ തുടക്കവും അവിടെ നിന്നാണ്. ഈ ഫൈനൈറ്റ് ആയ എന്നെക്കാൾ മുകളിലായിട്ട് ലിമിറ്റഡ് എൻറ്റിറ്റി ആയ ചിന്തയ്ക്കും ബുദ്ധിക്കും, എൻ്റെ ചിന്ത അൺലിമിറ്റഡ് ആണ്, എനിക്ക് എന്ത് വേണമെങ്കിൽ ചിന്തിക്കാം എന്നൊക്കെ എനിക്ക് പറയാമെങ്കിലും എനിക്ക് അറിയുന്നത് അല്ലെങ്കിൽ എൻ്റെ കോംപ്രിഹെൻഷനിൽ നിൽക്കുന്നതേ എനിക്ക് ചിന്തിക്കാനും പറ്റൂ. റൈറ്റ്? അപ്പോൾ
അങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും എൻ്റെ ഈ ചിന്തയും എൻ്റെ ഈ പ്രോസസ്സും ഫൈനൈറ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഫൈനൈറ്റിൽ ഇൻഫൈനൈറ്റിനെ ആരോപിക്കാതെ ആ ഇൻഫൈനൈറ്റിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഫൈനൈറ്റിനെ ഒക്കെ കാണുകയാണ് വിശ്വരൂപ ദർശനത്തിലൂടെ ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുത്തത്. അപ്പൊ അർജുനൻ എന്ന ബോഡി മൈൻഡ് ഇന്റലക്ട് കോംപ്ലക്സിന് തിങ്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇതിൽ കാണിച്ചു കൊടുത്തു. ഐ ആം നോട്ട് ഇൻ ദം, ദേ ആർ ഇൻ മീ, എവ്രിതിങ് ഈസ് ഇൻ മീ എന്നുള്ളതാണ് ഭഗവാൻ കാണിച്ചു കൊടുത്തത്. അപ്പൊ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാം പറഞ്ഞു വന്നപ്പോൾ ഭഗവാൻ അവസാനം 54-ാമത്തെയും 55-ാമത്തെയും ശ്ലോകത്തില്, ഈ 11-ാം അധ്യായത്തിലെ 54-ാമത്തെയും 55-ാമത്തെയും ശ്ലോകത്തില് ഒരു സീഡ് ഇടുകയാണ്. എന്താണ്? നീ ഇതൊക്കെ കണ്ടു, ഇത് കാണാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്, നിനക്കായതുകൊണ്ട്, നിന്നിൽ പ്രസന്നനായതുകൊണ്ടും ഞാൻ കാണിച്ചു തന്നതാണ്. ഇത് വേദം കൊണ്ടോ തപസ് കൊണ്ടോ യജ്ഞം കൊണ്ടോ ദാനം കൊണ്ടോ ഒന്നും കിട്ടില്ല. ഡസന്റ് മീൻ ദാറ്റ് അതൊന്നും ചെയ്യേണ്ടതെന്നല്ല. അതൊന്നും ദാറ്റ് ബൈ ഇറ്റ്സെൽഫ്, പ്രോസസ് ബൈ ഇറ്റ്സെൽഫ് വിൽ നോട്ട് ഗെറ്റ് യു ദാറ്റ്. അതിന് യു നീഡ് ടു ഹാവ് എ കംപ്ലീറ്റ് സറണ്ടർ ആൻഡ് കംപ്ലീറ്റ് ഡെഡിക്കേഷൻ. അങ്ങനെ അതിനെന്താ വേണ്ടത്? 54-ാമത്തെ ശ്ലോകം പറഞ്ഞു, ഭക്ത്യാ ത്വനനന്യയാ ശക്യ അഹമേവം വിദോർജുന ജ്ഞാതും ദൃഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. എന്നെ പരമാത്മമായി അറിയുന്നതിനും കാണുന്നതിനും എന്നിൽ പ്രവേശിക്കുന്നതിനും. എന്താണ് കാണിച്ചത്? 11-ാമത്തെ അധ്യായത്തില് എല്ലാവരും ഭഗവാനിൽ പ്രവേശിക്കുന്നതായിട്ട് കാണിച്ചു, റൈറ്റ്? ആ മെർജർ കാണിച്ചു. ആ ഈവൻ ഗുഡ് ആൻഡ് ബാഡ്, റൈറ്റ്? ഡസന്റ് മീൻ മാറ്റർ ഇഫ് ഇറ്റ്സ് ഗുഡ് ഓർ ബാഡ്. എല്ലാം ഭഗവാനിൽ, ധൃതരാഷ്ട്ര മക്കളും ഭഗവാനിൽ പ്രവേശിച്ചു, മഹർഷിമാരും സുരസംഘങ്ങളും ഭഗവാനിൽ പ്രവേശിച്ചു, എല്ലാം ഭഗവാനിലേക്ക് പ്രവേശിക്കുന്നതായിട്ട്. സോ ആ മെർജർ ആണ് കാണിച്ചത്. ആ പ്രവേശിക്കുന്നതിന്, ആ മെർജർ പ്രവേഷ്ടും ച പരന്തവ. അങ്ങനെയുള്ളത് എങ്ങനെയാ പറ്റുക? അനന്യഭക്തി, അന്യമല്ലാത്ത ഭക്തി, റൈറ്റ്? അന്യമല്ലാത്ത ഭക്തി കൊണ്ടേ ഇത് സാധിക്കൂ എന്നാണ് അതിൽ പറഞ്ഞത്. എന്നിട്ട് 55-ാമത്തെ ശ്ലോകത്തിൽ ഉപസംഹരിക്കുമ്പോൾ പറഞ്ഞു, മത് കർമ്മ മൽപരമോ മദ്ഭക്ത സംഘവർജിത. അങ്ങനെ ചെയ്യുന്നവർക്ക് എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്? എൻ്റെ എല്ലാ കർമ്മങ്ങളും എന്നിൽ അർപ്പിച്ച് ചെയ്യുക. 3-ാമത്തെ അധ്യായം തൊട്ട് പറഞ്ഞു വന്ന എല്ലാത്തിൻ്റെ ഒരു സമ്മറി. എല്ലാ കർമ്മങ്ങളും എന്നിൽ അർപ്പിച്ച് ചെയ്യുക, എന്നെ പരമമായിട്ട് കാണുക, എൻ്റെ ഭക്തനാവുക, മദ്ഭക്ത സംഘവർജിത, അറ്റാച്ച്മെന്റ് ഇല്ലാതിരിക്കുക, നിർവൈര സർവഭൂതേഷു, ഒരു ഭൂതങ്ങളോടും ഒരു ജീവജാലങ്ങളോടും വൈരം അല്ലെങ്കിൽ ദേഷ്യം അല്ലെങ്കിൽ ആങ്കർ, എന്ത് ഇഷ്ടമില്ലാത്ത അപ്രിയം ഇല്ലാതിരിക്കുക. അങ്ങനെയുള്ളവര് എന്നിലേക്ക് എത്തുന്നു. സോ അവിടെ ഒരു കോണ്ടെക്സ്ച്വലൈസേഷൻ ആണ് ഭഗവാൻ ചെയ്തത്. എങ്ങനെയുള്ളവരാണ് എന്നിലേക്ക് എത്തുന്നത്. ആൻഡ് ഓൾസോ ഇപ്പോൾ അനന്യഭക്തി എന്ന് പറഞ്ഞു, ഈ വിധ ക്വാളിഫിക്കേഷൻസ് ഒക്കെ വേണമെന്ന് പറഞ്ഞു. അർജുനന്റെ മനസ്സിൽ ചോദ്യം ഉണ്ടാവാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ? അപ്പൊ ഇത് എങ്ങനെയുള്ള ഭക്തിയാണ് വേണ്ടത്? അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് 12-ാമത്തെ അധ്യായം. ഭക്തി എന്നുള്ള ആ അണ്ടർലൈങ് കോൺസെപ്റ്റ് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ലോകേസ്മിൻ ദ്വിവിധ കർമ്മ, അങ്ങനെ പറയുമ്പം ലോകേസ്മിൻ ദ്വിവിധ ധർമ്മ, 2 തരത്തിലുണ്ട് ലോകത്തില്. കർമ്മയോഗമുണ്ട്, ജ്ഞാനയോഗമുണ്ട്. അവിടെ ഭക്തി എന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഭക്തി ആസ് എൻ അണ്ടർലൈങ് ത്രെഡ് ദാറ്റ് കണക്ട്സ് എവ്രിതിങ് എന്നുള്ള ഐഡിയ ആണ് ഈ 12-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ലോകേസ്മിൻ ദ്വിവിധ നിഷ്ഠ എന്ന് പറഞ്ഞ ആ സമയത്ത് 2 എണ്ണം, ജ്ഞാനവും കർമ്മവുമാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് 3-ാമത്തെ അധ്യായത്തിന്റെ തുടക്കത്തിൽ. അപ്പൊ അവിടെ നിന്ന് തന്നെ ഉള്ള പിക്കാണ്. ഇനി ഭക്തി എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ഇറ്റ്സ് എൻ ഈസിയർ ഐഡിയ ഫോർ അസ് ടു അണ്ടർസ്റ്റാൻഡ് ഡെഫിനറ്റ്ലി. കാരണം മിക്കവാറും നമ്മൾ എല്ലാവരും വളർന്നു വന്നതും നമ്മൾ വന്ന ചുറ്റുപാടുകളും അമ്പലങ്ങളുടെ ചുറ്റിലും അല്ലെങ്കിൽ വീട്ടിൽ വിളക്ക് വെക്കുന്നതും വീട്ടില് നാമം ചൊല്ലുന്നതും പല വിധത്തിലുള്ള ഭക്തിയുടെ എക്സ്പ്രഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളും ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും പല വിധത്തിലുള്ള ഭക്തി, റൈറ്റ്? അപ്പൊ ഈ ഭക്തി എന്നുള്ളത് ചിലപ്പം നമ്മൾ പല പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഭക്തി എന്നുള്ളത് കർമ്മത്തിനേക്കാളും ജ്ഞാനത്തിനേക്കാളും എളുപ്പമാണ് ഈശ്വരനിലേക്ക് എത്താൻ എന്ന് നാരായണീയത്തിലൊക്കെ മേൽപ്പത്തൂരൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കർമ്മഠന്മാര് എന്ന് പറയും. കർമ്മങ്ങൾ മാത്രം ചെയ്ത് ഈ കർമ്മങ്ങളിൽ കിടന്ന് ഉപാസനകളിൽ കിടന്ന് കുരുങ്ങുന്നവരെ കർമ്മഠന്മാര് എന്ന് പറയും. അത് പല വേദാന്ത പുസ്തകങ്ങളിലും പറയുന്ന ഒരു വാക്കാണ്, കർമ്മത്തിൽ കിടന്ന് കർമ്മഠന്മാര്.
കർമ്മത്തിൽ അവര് ദേ ആർ വെരി വറീഡ് അബൌട്ട് ദ പ്രോസസ്. ആ പ്രോസസ്സിൽ ഇങ്ങനെ അങ്ങനെ ചെയ്യണം, ഭക്തി അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഉണ്ടാവണം, പൂജ ഇങ്ങനെ വെക്കണം, ഇങ്ങനെ ഉപാസന വേണം, ഇതുപോലെ മന്ത്രങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവർ അതിൽ ഫോക്കസ് ചെയ്യും. ജ്ഞാനമാർഗത്തിൽ പോകുന്നവര് ഈ വേദാന്തത്തിന്റെ ഇഴ കീറിയിട്ട് അസത്തേത് അസത്തേത്, ഇത് സത്തും അസത്തും വ്യത്യാസം എന്ത്, ഈ സത്തിന്റെ 4 തരം എന്ത്, പ്രകൃതിയുടെ 8 തരം എന്ത് എന്നൊക്കെ ആലോചിച്ച് ദേ വിൽ വറി അബൌട്ട് ഇത്. അപ്പം മേൽപ്പത്തൂരും പൂന്താനും ഒക്കെ പറയും ഇതൊന്നും ആവശ്യമില്ലല്ലോ, ഭഗവാനെ ഭഗവാനെ എന്ന് വിളിച്ചാൽ പോരെ ഇവിടെ വന്നിട്ട് എന്നാണ്. പക്ഷെ അത് ഇറ്റ്സ് ആക്ച്വലി ഹാർഡർ ദാൻ ഡൂയിങ് ദി അതർ 2 തിങ്സ്. കാരണം ഈ ഭക്തി ആ രൂപത്തിലേക്ക് വേണ്ടത് എ വെരി ക്ലീൻ മൈൻഡ്, റൈറ്റ്? ഒരു 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 കാലുഷ്യവും ഇല്ലാത്ത ഒരു മനസ്സാണ് അങ്ങനെ ഉള്ള ലെവൽ ഓഫ് ഭക്തിക്ക് വേണ്ടത്. ആ പ്യൂരിഫിക്കേഷൻ ആണ് കർമ്മം, റൈറ്റ്? സോ നമ്മൾ ചെയ്യുന്ന ആക്ഷൻ നിഷ്കാമമായിട്ട്, ഭഗവാൻ ഇവിടെയും പറഞ്ഞു മത്കർമ്മ മത്പരമോ മദ്ഭക്ത സംഘവർജിത, അങ്ങനെ കർമ്മം ചെയ്യണം. ഇവിടെ അവസാനം 11ാമത്തെ അധ്യായം എത്തിയപ്പോഴും ഭഗവാൻ അതന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നു. ഈ വിചാരിക്കുന്ന പോലെ വെറുതെ വിളിക്കലല്ല ഭക്തി. ഇപ്പൊ നമ്മൾ പറയും കലികാലത്തിൽ നാമസങ്കീർത്തനാണ്, ഓരോ യുഗത്തിലും ഓരോ വിധത്തിലാണ് ഭക്തി വേണ്ടത്. കലികാലത്തില് ഒന്നും വേണ്ട, കാരണം ധർമ്മത്തിന്റെ 3 കാലും പോയി 4ാമത്തെ കാലും ഓൾമോസ്റ്റ് പോയിരിക്കുന്ന ഈ സമയത്ത് നാമസങ്കീർത്തനം മാത്രം മതി. അപ്പൊ കലികാലത്തിൽ കലിസന്ധരണോപനിഷത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഉപനിഷത്ത് തന്നെയുണ്ട്. കലികാലം എങ്ങനെയാണ് തരണം ചെയ്യാന്ന്. മേജർ ഉപനിഷത്തൊന്നും അല്ല, ഉപനിഷത്തിന്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുമോ എന്നും അറിയില്ല എന്നാണ് ധാരാളം ആൾക്കാർ പറയുന്നത്. പക്ഷെ ഈ കലിസന്ധരണോപനിഷത്തിൽ പറയുന്നത് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇത് തന്നെയാണ് കലിസന്ധരണോപനിഷത്ത്. അപ്പൊ നാമസങ്കീർത്തനം കൊണ്ട്, നാമജപം കൊണ്ട് ആണ് നമ്മൾ ഭക്തി എന്നുള്ള ആ ഒരു ഐഡിയനെ എടുക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ ഈ നമ്മുടെ നാമസങ്കീർത്തനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഗ്ലോറിഫിക്കേഷൻ കവിതകൾ പദ്യങ്ങളൊക്കെ നോക്കിയാൽ അതിൽ കാണും നമ്മൾ ചിലത് കാണില്ലേ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലളിതാ സഹസ്രനാമം, റൈറ്റ്? ഈ നാമസങ്കീർത്തനം ഈസ് നത്തിങ് ബട്ട് ഇത്രയും സഹസ്രനാമങ്ങളെ ഒരു മാല പോലെ കോർത്ത് പാട്ട് പോലെ പാടുകയല്ലേ. വിഷ്ണു സഹസ്രനാമം 1000 നാമങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സോ ഈ ഈശ്വരനെ അല്ലെങ്കിൽ ഭഗവാനെയോ ഭഗവതിയോ നമ്മൾ ആ രൂപത്തിനെ അല്ലെങ്കിൽ അതിനെ നമ്മൾക്ക് എങ്ങനെയാണോ ചിന്തിക്കാൻ പറ്റുന്നത് അതിനെ പല 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 പേരുകളാൽ വർണ്ണിക്കുകയാണ്. അപ്പൊ ചിലപ്പോൾ ആൾക്കാർ ചോദിക്കും ഇത് അദ്വൈതത്തിൽ പെടില്ലല്ലോ, എത്രയാ നാമരൂപങ്ങൾ ഒന്നും പാടില്ല, നാമരൂപങ്ങളാണ് ഈ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ മുഴുവൻ നാമരൂപങ്ങൾ കൊണ്ടുവരികയാണല്ലോ, ഇതൊരു ഭയങ്കര ഇതല്ലേ എന്ന് ചോദിക്കും. പക്ഷേ ഡുവാലിറ്റിയിൽ കൂടി അല്ലാണ്ട് യൂണിറ്റിയിലേക്ക് പോകാൻ പറ്റില്ല നേരിട്ട്. അപ്പൊ അതും കൂടിയാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. സാരൂപ്യത്തിലൂടെ അല്ലാതെ നിഷ്കള ബ്രഹ്മോപാസന ബുദ്ധിമുട്ടാണ് എന്നുള്ള ഐഡിയയും കൂടിയാണ് ഈ അധ്യായം വെക്കുന്നത്. അപ്പൊ നാമസങ്കീർത്തനം വേണം, പക്ഷെ നാമസങ്കീർത്തനത്തിലൂടെ എങ്ങനെ ഭഗവാനിലേക്ക് എത്താം. പിന്നെ നമ്മൾ നേരത്തെ നവതാ ഭക്തി 9 ഭക്തികളെ പറ്റി പറഞ്ഞു അല്ലെ. അർച്ചനം, ശ്രവണം, കീർത്തനം, വിഷ്ണു, അർച്ചനം, പാദസേവനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഈ 9 ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഭക്തിയെ പറഞ്ഞു. അതില് ശ്രവണം, കീർത്തനം, ശ്രവിക്കുക, കീർത്തനം, നാമജപം, കീർത്തനം, അത് വളരെ പ്രധാനമാണ്. ശ്രവണം, കീർത്തനം, വിഷ്ണു, സ്മരണം, പാദസേവനത്തിന് സ്മരിക്കുക, പാദസേവനം ചെയ്യുക, അർച്ചന ചെയ്യുക, വന്ദിക്കുക, സഖ്യം, സഖാവായിട്ട് കരുതുക, ആത്മനിവേദനം, കംപ്ലീറ്റ് സറണ്ടർ ചെയ്യുന്നത് ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇതൊക്കെ ഓരോ പ്രോസസ്സസ്, ഓരോ ടൂൾസ്. പക്ഷെ നമുക്ക് ഈവൻ ബിയോണ്ട് ദിസ് തിയറിറ്റിക്കൽ ബഞ്ച് ഓഫ് ഡിഫറെന്റ് തിങ്സ്, ഈ അധ്യായത്തിൽ നമുക്ക് ടേക്ക് അവേ എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ്. ഭഗവത്ഗീത ഈസ് ടോട്ടലി അബൌട്ട് ആറ്റിറ്റ്യൂഡ് ഇവൻച്വലി. ഈ അധ്യായത്തിൽ ഈസ് ഒരു ഭക്തൻ എന്ന് ഭഗവാൻ പറയുന്നില്ല. എങ്ങനെയുള്ള ആളെ എനിക്ക് ഇഷ്ടമാണ്, എങ്ങനെയുള്ള ഭക്തനെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് നേരത്തെ നമ്മൾ മറക്കാൻ പാടില്ല, ചതുർവിധ ഭജന്തേമ ജനാ സുഹൃതിനോർജുന. ആ സുഹൃതികളുടെ കാര്യം മാത്രമേ അതിനുശേഷം പറയുന്നുള്ളൂ, റൈറ്റ്? അപ്പം ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച പരന്തപ. ഈ 4 പേരെയാണ് എനിക്കിഷ്ടം. ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി. തേഷാം ജ്ഞാനി നിത്യയുക്താനാം ഏകഭക്തിർവിശിഷ്യതേ. അവിടെയാണ് നമ്മൾ എത്തുന്നത്. അപ്പൊ ഭഗവാൻ എന്താണ് വേണ്ടത്? നീ ആർത്തനായാലും ജിജ്ഞാസു ആയാലും അർത്ഥാർത്ഥി ആയാലും ഇത് പഠിച്ചു കഴിയുമ്പോൾ നിന്നെ ഒരു ജ്ഞാനിയുടെ നിലവാരത്തിലേക്ക് കൊണ്ടുവരിക, ശിഷ്യനെ ഒരു ജ്ഞാനിയുടെ നിലവാരത്തിലേക്ക് കൊണ്ടുവരിക എന്നാണ് ഭഗവാന്റെ ആവശ്യം. അങ്ങനെ വന്ന ജ്ഞാനി എന്താവും?
ഏകഭക്തിർ വിശിഷ്യതേ. ആ ജ്ഞാനിക്ക് ഏകഭക്തിയാവും, അനന്യഭക്തി. സെയിം ഐഡിയ, ഏകഭക്തി അനന്യഭക്തി. അപ്പൊ അവിടെ പറഞ്ഞ അതേ ആ ഐഡിയയുടെ ഒരു എക്സ്പോസിഷൻ ആണ് ഈ വളരെ ഭംഗിയുള്ള ഈ 12ാമത്തെ അധ്യായം. ഇത് ചില വെരി വെരി ഫെയ്ത്ത്ഫുൾ, വെരി വെരി ഡിവോട്ടഡ് ആൾക്കാർക്ക് 12ാമത്തെ അധ്യായം മാത്രം മതി ഭഗവത്ഗീതയിലെ, വേറൊന്നും വേണ്ട. കാരണം ആ ഒരു ലെവൽ ഓഫ് സറണ്ടർ, ആ ഒരു ലെവൽ ഓഫ് ഡെഡിക്കേഷൻ, ഭഗവാന് ഞാൻ എങ്ങനെയാണ് ഏറ്റവും പ്രിയങ്കരനാവുക എന്നാണ് ഇതിൽ പറയുന്നത്. ഭഗവാന് പ്രിയങ്കരനാവുകയല്ലേ എല്ലാ ഭക്തന്റെയും ആവശ്യം, അല്ലെങ്കിൽ എല്ലാ ഭക്തന്റെയും ലക്ഷ്യം ഭഗവാന് ഞാൻ എങ്ങനെയാണ് ഏറ്റവും പ്രിയങ്കരനാവുക എന്നുള്ളതല്ല. ഈവൻ ദോ ഭഗവാന്റെ സ്റ്റാൻഡ് പോയിന്റിൽ ഒരു പ്രിയവും അപ്രിയവും ഒന്നും ഇല്ല. പക്ഷെ നമ്മുടെ ഐഡിയ ഓഫ് എനിക്കൊരാളെ ഇഷ്ടമാണെന്ന്, അയാൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയില്ലെങ്കിലും എനിക്കൊരാളെ ഇഷ്ടമായാൽ പിന്നെ ഞാൻ അയാൾക്ക് സറണ്ടർ ചെയ്യില്ല പൂർണ്ണമായിട്ട്, until I know that he doesn't love me, but that's a different story later on, right? അപ്പോ ഈ അധ്യായത്തിൽ പറയുന്നത് മുഴുവൻ ഈ ഭക്തിയുടെ ടോട്ടൽ സറണ്ടറിന്റെ എങ്ങനെയാണ് നമ്മൾ ഭഗവാൻ പ്രിയപ്പെട്ടവരാവുന്നത്, എന്താണ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദാറ്റ്, ടുവേർഡ്സ് ഭക്തി. അപ്പൊ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ രമണ മഹർഷിയുടെ ഉപദേശസാരത്തില് രമണ മഹർഷിയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഭക്തനൊന്നും നമുക്ക് രമണ മഹർഷിയെ പറ്റി പറയാൻ പറ്റില്ല, റൈറ്റ്? അദ്ദേഹം ആ ഒരു പറയാൻ പറ്റില്ല എന്നല്ല, അദ്ദേഹം ഭക്തൻ തന്നെയാണ്. പക്ഷെ നമുക്ക് നമ്മുടെ ഐഡിയയിൽ അദ്ദേഹം അതിനെയൊക്കെ ട്രാൻസെൻഡ് ചെയ്ത് പൂർണ്ണമായ ജ്ഞാനത്തിന്റെ ഉദാത്തമായ രൂപം എന്നൊക്കെ പറയാം. കാരണം അത് നമ്മുടെ ഭക്തി എന്നുള്ള കോൺസെപ്റ്റിന്റെ കുഴപ്പമാണ് കൂടുതലും. കാരണം ഭക്തിയെ നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്നത് ചില എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻസിലൂടെ ആയത് കാരണം നമുക്ക് മിക്കവാറും പേർക്ക് രമണ മഹർഷി ഒരു ഭക്തനായിട്ട് കാണാൻ. കാരണം അദ്ദേഹം ഒരു ഈശ്വരനാമങ്ങൾ ഉരുവിട്ട ഒരാളോ, ഇപ്പൊ നമ്മള് ഗുരുവായൂര് ആഞ്ഞം മാധവൻ നമ്പൂതിരിയെ പറ്റി പറയും, റൈറ്റ്? അദ്ദേഹം ഗുരുവായൂര് എന്താ പറയാ, സപ്താഹങ്ങൾ ഇങ്ങനെ നടത്തി ഭക്തി എന്നുള്ളത് ഒരു ഏത് സമയത്തും അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് നമ്മൾ കേട്ടത് നാരായണ നാമങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊരു ഭക്തി. അപ്പൊ അങ്ങനെ ചില ആൾക്കാരെ നമ്മള് ഭക്തിയുടെ വളരെ ഉദാത്ത രൂപങ്ങളായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ ചില രമണ മഹർഷി അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഉപദേശസാരത്തില് വളരെ മനോഹരമായ ഹയർ ലെവൽസ് ഓഫ് ഭക്തിയുടെ ചില ഐഡിയാസ് ഉണ്ട്. അതിൽ ഒരു ശ്ലോകമാണ് ഭേദഭാവനാ സോഹമിത്യസു ഭാവനാഭിത പാവനീമത. ഭക്തനും ഭഗവാനുമായിട്ടുള്ള ഭേദഭാവന എന്ന് അലിഞ്ഞു പോകുന്നുവോ അതാണ് സോഹം, ഐ ആം ദാറ്റ് എന്നുള്ള അവസ്ഥ, റൈറ്റ്? ഭഗവാനും ആ അവസ്ഥയാണ് യഥാർത്ഥ ഭക്തി. അപ്പം നമ്മൾ നാമസങ്കീർത്തനമൊക്കെയാണ് പ്രധാനമെന്ന് പറയുമ്പോഴും നാമസങ്കീർത്തനമൊക്കെ ഒരു പ്രോസസ്സേ ആവുന്നുള്ളൂ. ഇവൻച്വലി ഈ ഭേദഭാവന മാറി സോഹം, അഹം അത് തന്നെയാണ്, ഞാൻ അത് തന്നെയാണ് എന്നുള്ള ഒരു ഭാവന വരണം. അതിന് അദ്ദേഹം അടുത്ത ശ്ലോകം കൂടെ വളരെ ഇതിന് പറ്റിയ ഒരു ഇതും കൂടെ പറയണ്ടേ. ഭാവശൂന്യസത് ഭാവസുസ്ഥിതി ഭാവനാബല ഭക്തിരുത്തമ. ഉത്തമനായ ഭക്തനാരാണ്? ഭാവശൂന്യ, റൈറ്റ്? ഇൻ ദ സ്റ്റേറ്റ് ഓഫ് വോയിഡ്, ഇൻ ദ സ്റ്റേറ്റ് ഓഫ് എംപ്റ്റിനെസ്. ഭാവസുസ്ഥിതി, സ്ഥിതപ്രജ്ഞത, റൈറ്റ്? സുസ്ഥിതി, ആ ഒരു ഭാവം സ്റ്റഡീസ് ഭാവം അറ്റൈൻ ചെയ്ത ആള്. ഭാവനാബല, ആ ഭാവനയുടെ ബലം കൊണ്ട് ഇൻ ദാറ്റ് ഭാവന എന്ന് പറയുമ്പോൾ ഇവിടെ ഭക്തി എന്ന് കണക്കാക്കണേ, ഭഗവാനോടുള്ള ആ ഒരു ഫീലിംഗ്. ഭാവനാബല ഭക്തിരുത്തമ, അതാണ് ഉത്തമ ഭക്തൻ എന്നാണ് ഈവൻ രമണ മഹർഷി. സോ ഇതൊക്കെ ആർ റിയൽ അൾട്ടിമേറ്റ് എക്സ്പ്ലനേഷൻസ് ഓഫ് വാട്ട് ഭക്തി ഈസ്, വിച്ച് വി വിൽ സീ ഇൻ ദിസ് ചാപ്റ്റർ. അപ്പൊ ഒരു തുടക്കം പോലെ എന്താണ് ഈ അധ്യായം എന്നുള്ളതിന്റെ ഒരു സംഗ്രഹം പോലെ പറഞ്ഞു എന്നേ. നമുക്ക് 2-3 ശ്ലോകങ്ങളെങ്കിലും ചെയ്യാമെന്ന്. അപ്പൊ ദ ഐഡിയ ഈസ്, അർജുനൻ ഭഗവാന്റെ കഴിഞ്ഞ അധ്യായത്തിലെ അവസാനത്തെ 2 ശ്ലോകങ്ങളിൽ അനന്യഭക്തനാവണം, എല്ലാ കർമ്മങ്ങളും എന്നിലേക്ക് സമർപ്പിച്ച് എന്നിൽ പ്രവേശിക്കണം, അങ്ങനെയുള്ളവൻ എന്നെ തന്നെ തേടുന്നു, യസ മാമേതി പാണ്ഡവ എന്ന അവസാനം പറഞ്ഞു വെച്ചു. അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് അനന്യഭക്തി കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പം അർജുനുണ്ടായ ഒരു ചോദ്യമാണ്. സോ വെരി ലോജിക്കലി കൺസ്ട്രക്ട്. അർജുന ഉവാച ഏവം സദതയുക്തായേ
ഭക്താസ്ത്വാം പര്യുപാസതേ യേ ചാപ്യക്ഷരമവ്യക്തം തേഷാം കേ യോഗവിത്തമാഃ തേഷാം കേ യോഗവിത്തമാ. ഏറ്റവും ഉത്തമമായ യോഗം അറിയുന്നവൻ തേഷാം കേ. ഹൂ ഇസ് ദാറ്റ്? എന്താണ് അതിന്റെ പ്രിലൂഡ്? ഏവം സതതയുക്താനാം സതതയുക്തായേ ഭക്താസ്ത്വാം പര്യുപാസതേ. ഏതൊരു ഭക്തന്മാരും ഭക്താത്വം ഏതൊരു ഭക്തന്മാര് അങ്ങയെ സതതയുക്താനാം, എങ്ങനെ അവര് ഓൾവേസ്, സതതം ഓൾവേസ് എങ്ങനെയാണോ അങ്ങയെ ഉപാസിക്കുന്നത്, അവര് അങ്ങയിൽ തന്നെ സ്ഥിരചിത്തന്മാരായിട്ട് സതതം ഓൾവേസ് യുക്തമായിട്ട് എങ്ങനെയാണോ ചിന്തിക്കുന്നത്, അങ്ങനെ ഉപാസിക്കുന്നത്. അല്ല യ ച അഭി അവ്യക്തം അക്ഷരം, അല്ല അവ്യക്തമായിട്ട്, ക്ഷരമില്ലാത്തതായിട്ട്, 8ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ അക്ഷരബ്രഹ്മമായിട്ട്, അവ്യക്തമായിട്ട് അങ്ങേ ഉപാസിക്കുന്നുവോ, ഇവരിൽ തേഷാം കേ യോഗവിത്തമ. ഇവരിൽ അങ്ങയിൽ തന്നെ സ്ഥിരനിഷ്ഠരായിട്ട്, അങ്ങ എന്ന് പറയുമ്പം 11ാമത്തെ അധ്യായത്തിൽ ഈ വിശ്വരൂപം കണ്ടിട്ട് ഇതാണ് എല്ലാം എന്ന് മനസ്സിലാക്കിയ ഒരാളാണെന്ന് നമ്മൾ ധരിക്കണം. അപ്പൊ ഈ രൂപം കണ്ടിട്ട്, അങ്ങ് എന്നുള്ള പരമമായ രൂപം കണ്ടിട്ട്, എവ്രിതിങ് ഈസ് ഇൻ മീ, ഐ ആം നോട്ട് ഇൻ ദം എന്നുള്ള ഐഡിയയിൽ നിങ്ങൾ എനിക്ക് കാണിച്ചു തന്ന ആ രൂപം കണ്ടിട്ട്, ആ രൂപമാണോ അതിൽ നിത്യമായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടാണോ? അല്ല യച്ച അവ്യക്തം അക്ഷരം, അവ്യക്തമായ അക്ഷരമായ, അതായത് അൺമാനിഫെസ്റ്റ് ആയ, ഒരിക്കലും നശിക്കാത്ത, നേരത്തെ പറഞ്ഞു ഓം എന്നുള്ള, ഓം ഇത്യേകക്ഷരം ബ്രഹ്മം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഓം എന്നുള്ള ബ്രഹ്മമായ, ഓം എന്നുള്ള അക്ഷരമായ ബ്രഹ്മത്തിലാണോ? ആരാണ് ഉത്തമമായിട്ടുള്ള യോഗം അറിയുന്നവർ? ഹൂ നോസ് ദിസ് യോഗ ബെസ്റ്റ്? യോഗ എന്ന് പറയുന്നത് യുണൈറ്റിംഗ് വിത്ത് ദ ഹയർ, ജോയിനിങ് വിത്ത് ദ ഹയർ. അപ്പൊ ഈ ഉയർന്ന തത്വത്തിനെ തന്നിലേക്ക് സ്വാംശീകരിച്ചവര് അങ്ങയുടെ സകല രൂപത്തിൽ ഉപാസിക്കുന്നുവോ, നിഷ്കള രൂപത്തിൽ ഉപാസിക്കുന്നുവോ? ഏതാണ് സത്യം, ഏതാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഇതിന് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ അർജുനന്റെ ഇപ്പോഴും കൺഫ്യൂഷൻ എന്താണ്? കടലിനെ അറിയണമെങ്കിൽ വേവ്സിനെ അറിഞ്ഞാൽ മതിയോ? സ്വർണത്തെ അറിയണമെങ്കിൽ ആഭരണം അറിഞ്ഞാൽ മതിയോ? അല്ല, ആഭരണമില്ലാത്ത പൂർണ്ണമായ ഷേപ്പില്ലാത്ത സ്വർണത്തെ ഉപാസിക്കണം. അപ്പോൾ the question is, does the knowledge of the waves bring you the entire knowledge of the ocean, or will the knowledge of waves obstruct your comprehension of the ocean? Right? അപ്പം ഇതൊരു ഇന്റലക്ച്വൽ, വളരെ ഇന്റലക്ച്വൽ ക്വസ്റ്റൻ ആണ്. കമന്റേറ്റേഴ്സ് ഒക്കെ വളരെ എഴുതും. ഇത് വളരെ ചിന്തിച്ച ഒരു സ്റ്റുഡന്റിന്റെ ചോദ്യമാണ്. കാരണം അനന്യഭക്തിയിൽ എങ്ങനെയാണ്, അനന്യഭക്തി വേണം എന്ന് പറഞ്ഞ സമയത്ത് ഇങ്ങനെ ഒരു ചോദ്യം വരുന്നത് തന്നെ ഇറ്റ്സ് an idea of a very thinking and a very sharp mind. അപ്പോൾ കടലിനെ കുറിച്ച് അറിയണമെങ്കിൽ വേവ്സിനെ കുറിച്ച് അറിയണോ? അല്ല, വേവ്സിനെ കുറിച്ചാണ് അറിയുന്നതെങ്കിൽ അത് കടലിനെ കുറിച്ചുള്ള എൻ്റെ അറിവിനെ ഒബ്സ്ട്രക്ട് ചെയ്യുമോ? അപ്പൊ നമുക്കുള്ള ക്വസ്റ്റൻ അല്ലേ, നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നതല്ലേ, വിഗ്രഹാരാധന എന്നുള്ളത് എൻ്റെ പരമമായ മാർഗത്തിലേക്കുള്ള തടസ്സമാണോ, അല്ല വിഗ്രഹത്തിലൂടെ എനിക്ക് ഭഗവാനെ മുഴുവൻ അറിയാൻ പറ്റും? ഈ രണ്ട് വിധത്തിലും പറ്റും എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. സോ ദിസ് ഇസ് നോട്ട് എ ഡെഫിനിറ്റീവ് ക്വസ്റ്റൻ ആൻഡ് ആൻസർ. ഭഗവാൻ ഇതിന് പല ഉത്തരങ്ങളും പറയും. ഇതിന് ഈ അധ്യായത്തിൽ നിന്ന് ഭഗവാൻ ഇതിനെ പല വിധത്തിൽ റീഫ്രേസ് ചെയ്തിട്ട് പറയും ഓൺ ഹൗ ടു അണ്ടർസ്റ്റാൻഡ്. സോ ദിസ് ബേസിക് ക്വസ്റ്റൻ ഇസ്, എങ്ങനെയാണ് എങ്ങനെയാണ് ഉത്തമനായ ഒരു യോഗി നിന്നെ അറിയുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഉത്തമമായ യോഗത്തിലേക്കുള്ള വഴി? ബേസിക്കലി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? റൈറ്റ്, ഉത്തമമായിട്ടുള്ളതാണല്ലോ എനിക്ക് വേണ്ടത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ഇത്ര എനിക്ക് കാണിച്ചു തന്നു. 11ാമത്തെ അധ്യായത്തിൽ വിശ്വരൂപം മുഴുവൻ കാണിച്ചു തന്നു, എല്ലാം നിന്നിലാണെന്ന് നീ കാണിച്ചു തന്നു. ആ നിന്നെ ഞാൻ ഉപാസിക്കണോ? 8ാമത്തെ അധ്യായത്തിൽ നീ പറഞ്ഞു ഓമിത്യേകക്ഷരം ബ്രഹ്മ, ഞാൻ അവ്യക്തമാണ്, അരൂപനാണ്, അക്ഷരമാണ്, അനിത്യമാണ്, അനന്തമാണെന്നൊക്കെ പറഞ്ഞു. അതിനെ ഉപാസിക്കണം. അതാണ്, ദാറ്റ്സ് എ ബേസിക് ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയുള്ള ബാക്കി 19 ശ്ലോകങ്ങളും ഭഗവാന്റെ ഉത്തരമാണ്. ശ്രീ ഭഗവാനുവാച മയ്യാവേശ്യ മനോ യേ മാം നിത്യയുക്ത ഉപാസതേ
ശ്രദ്ധയാ പരയോപേതാ തേ മേ യുക്തതമാമതാഃ മയി ആവേശ്യ മനാ പാർത്ഥ. അപ്പൊ എന്താ പറയണ? നീ നിഷ്കള ബ്രഹ്മനാണോ സകള ബ്രഹ്മനെയാണോ ഉപാസിക്കുന്നതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് മയി ആവേശ്യ മനാ പാർത്ഥ, എന്നിൽ മനസ്സിനെ ആവേശിപ്പിക്കൂ, നിന്റെ മനസ്സിനെ എന്നിലേക്ക് ആവേശിപ്പിക്കൂ, എന്നിലേക്ക് ചേർക്കൂ. എന്താണ് അർജുനന്റെ പ്രശ്നം? എന്തായിരുന്നു? നീ സെപ്പറേറ്റ് ആയിട്ട് കാണണം. അപ്പൊ ദ്വൈതമുള്ളവർക്ക് വളരെ എളുപ്പമാണ് ഈ അധ്യായം അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ. കാരണം പറഞ്ഞു മറ്റേ രൂപം വേണോ ഈ രൂപം വേണോ എന്ന് ചോദിച്ചു. അപ്പൊ സോ നിഷ്കളമായിട്ട് വേണോ അല്ല ഭഗവാനെ വ്യത്യാസമായിട്ട് കണ്ട് ഇങ്ങനെ കാണണോന്ന് ചോദിച്ചു. അപ്പൊ ഇവിടെ പറയാണ് മൈ ആവേശ്യമനാപാർത്ഥ, നിന്റെ മനസ്സ് എന്നിൽ ആവേശിപ്പിക്കൂ, എന്നിലേക്ക് ചേർത്ത് വെക്കൂ, എന്നിലേക്ക് നിന്റെ മനസ്സ് കൊണ്ടുവരൂ. നിത്യയുക്ത ഉപാസതേ, എല്ലാം നിത്യം ഓൾവേസ്. യുക്ത അഗൈൻ യോജിപ്പിക്കുക, എല്ലാം എന്നിലേക്ക് സമർപ്പിക്കുക, എല്ലാം എന്നിലേക്ക് അർപ്പിക്കുന്നവനായിട്ട് നിന്റെ മനസ്സ് എന്നിലേക്ക് കൊണ്ടുവരൂ. നിത്യയുക്ത ഉപാസതേ ശ്രദ്ധയാ പരയോപേതാസ്തേ മേ യുക്തതമാമത. ശ്രദ്ധയോടുകൂടെ ആരെല്ലാം എന്നെ ഉപാസിക്കുന്നുവോ, ശ്രദ്ധയുടെ അർത്ഥം നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധ എന്ന് പറയുന്നത് ഫെയ്ത്ത് ആണ്. ഫെയ്ത്ത് ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലുമുള്ള വിശ്വാസമാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക എന്നല്ല. ശ്രദ്ധ എന്നുള്ളത് ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലുമുള്ള വിശ്വാസമാണ്. അപ്പൊ ഇവിടെ ഭഗവാൻ അർജുനോട് പറയുന്നത് രണ്ടുമാണ്, ശാസ്ത്രവുമാണ് പരമഗുരുവായ ഭഗവാന്റെ വാക്യവുമാണ്. എന്നിലുള്ള വിശ്വാസം. ശ്രദ്ധയാ പരയോപേതാമ, എങ്ങനെ ഉപേത ഏമാം, പര ശ്രദ്ധയാ, പര മാക്സിമം അൾട്ടിമേറ്റില് എല്ലാം സമർപ്പിച്ച് ആ ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലും വിശ്വസിച്ച് മറ്റൊന്നിലും വിശ്വസിക്കാതെ മറ്റൊന്നും ശ്രദ്ധിക്കാതെ എന്നെ ഉപാസിക്കുന്നവനായിട്ട്, നിത്യം എന്നെ ഉപാസിക്കുന്നവനായിട്ട് അങ്ങനെയുള്ളവര് തേമേ യുക്തതമാമത, അങ്ങനെയുള്ളവര് ശ്രേഷ്ഠന്മാരാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ ഇവിടെ ഡയറക്റ്റ് ആൻസർ അല്ല, പക്ഷേ ഒരു ബുദ്ധിയുള്ള സ്റ്റുഡന്റിന് അറ്റ്ലീസ്റ്റ് ആ ട്രാക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ഉത്തരവാണ്. അപ്പൊ ചോദ്യം വാസ് വെരി സ്ട്രേറ്റ് ഫോർവേഡ്. യെസ്, 1 or 2 ബൈനറി ഓപ്ഷൻസ് ആയിരുന്നു ചോദ്യം. ആരാണ് നീ ഏറ്റവും നല്ല ഉത്തമനായ യോഗി അല്ലെങ്കിൽ യോഗമാർഗത്തിൽ പോകാൻ കഴിവുള്ള ആളായിട്ട് നീ കരുതുന്നത്? നിന്നെ രൂപത്തില് നിന്നെ എല്ലാ സമയത്തും ഉപാസിക്കുന്നവരാണോ, അല്ല അവ്യക്തവും അക്ഷരവുമായിട്ട് ഉപാസിക്കുന്നവരാണോ എന്ന് ചോദിച്ചതിന് പറഞ്ഞു എന്നെ മനസ്സിൽ. അപ്പൊ ഞാൻ ആരാണെന്ന് ഭഗവാൻ അപ്പോഴും ഞാൻ രൂപമുള്ളവനാണെന്ന് നിനക്ക് കാണിച്ചെന്ന പോലെ, അല്ലെങ്കിൽ ഞാൻ ഓമാണ്, അത് രണ്ടും പറഞ്ഞില്ല. ബിക്കോസ് ഇതൊക്കെ നേരത്തെ പറഞ്ഞാണ്. ഹി എക്സ്പെക്ട്സ് അർജുനൻ ടു നോ ഇറ്റ്. മൈ ആവേശ്യമനാ പാർത്ഥ, പാർത്ഥ എന്നിൽ മനം ആവേശിച്ചവർ, എന്നിലേക്ക് പ്രവേശിച്ചവർ, എന്നിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചവര്, എന്നെ നിത്യമായി ഉപാസിക്കുന്നവര് ശ്രദ്ധയോടെ, അതായത് ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലുമുള്ള വിശ്വാസം. ശാസ്ത്രം എന്ന് പറയുമ്പോൾ ഇവിടെ ഉപനിഷത്ത് എന്നെടുക്കാം. അപ്പൊ ശാസ്ത്രം എന്ന് പറയുമ്പോൾ ഉപനിഷത്ത് എന്ന് എടുക്കുകയാണെങ്കിൽ ഉപനിഷത്തിനെയും നമുക്ക് കണ്ടൻസ് ചെയ്ത 4 മഹാവാക്യങ്ങൾ, റൈറ്റ്? അപ്പൊ ശ്രദ്ധ എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നത് 4 മഹാവാക്യങ്ങൾ നിനക്ക് അറിയോ എന്നുള്ളൊരു ചോദ്യം കൂടി ആക്കിയെടുക്കാം. 4 മഹാവാക്യത്തിൽ പറയുന്നത് പ്രജ്ഞാനം ബ്രഹ്മ, അഹമാത്മാ ബ്രഹ്മ, തത്വമസി, അഹം ബ്രഹ്മാസ്മി. ഈ 4 മഹാവാക്യങ്ങൾ ഇതിലൊക്കെ പറയുന്നത് എന്താണ്? യു ആർ ദാറ്റ് ഇവൻച്വലി, റൈറ്റ്? അഹം ഓരോ അറ്റ് ഡിഫറെന്റ് സ്റ്റേജസ് നമ്മൾ പറഞ്ഞു. ചിലത് ഉപദേശവാക്യങ്ങളാണ്, ചിലത് അനുസ്മരണ വാക്യങ്ങളാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. എങ്ങനെ എടുത്താലും ഈ ശ്രദ്ധ എന്ന് പറയുന്നത് ശാസ്ത്രത്തിലുള്ള വിശ്വാസവും ഗുരുവാക്യത്തിലുള്ള വിശ്വാസമാണെങ്കിൽ, ശാസ്ത്രം ഉപനിഷത്താണെങ്കിൽ ഉപനിഷത്തിനെ ഒക്കെ 4 മഹാവാക്യങ്ങളിലാക്കി നമുക്ക് ചുരുക്കാമെങ്കിൽ ഭഗവാനോട് പറയുന്നത് 4 മഹാവാക്യത്തിൽ എന്താ പറഞ്ഞത്? നീ തന്നെയാണത്, റൈറ്റ്? അവിടെ പിന്നെ നീ എന്നെ രൂപത്തിലാണോ കാണുന്നത്, എന്നെ രൂപമില്ലാതെയാണോ കാണുന്നത് എന്നുള്ള ചോദ്യത്തിൽ അർത്ഥമില്ല. എല്ലാം ഒന്ന് തന്നെയായി ഇവിടെ രൂപം എന്നുള്ളത് നിന്റെ മനസ്സിലുള്ള ഒരു കോൺസ്ട്രക്ട് മാത്രമായി മാറിയിരിക്കുന്നു. അതിനെക്കുറിച്ച് ധാരാളം എക്സ്പ്ലെയിൻ ചെയ്യും. കാരണം ദിസ് ഇസ് സ്റ്റിൽ ആൻ അബ്സ്ട്രാക്ട് ഐഡിയ. അപ്പൊ ശ്രദ്ധയാ പരയോപേത തേമേ യുക്തതമ, അങ്ങനെയുള്ള ആളെയാണ്, അങ്ങനെയുള്ള ശിഷ്യനെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള യോഗിയെയാണ് ഞാൻ ശ്രേഷ്ഠൻ എന്ന് ധരിക്കുന്നത്. എൻ്റെ മതം, എൻ്റെ അഭിപ്രായം ഇതാണ്. എൻ്റെ അഭിപ്രായം ഞാൻ വിചാരിക്കുന്നത്. കാരണം ഭഗവാനും ഓൾസോ ഇസ് വെരി ഹംബിൾ, റൈറ്റ്? ഇതാണ് ഇത് എന്നങ്ങോട്ട് പറയണില്ല. കാരണം നീയൊക്കെ പഠിച്ച് വിവരമുള്ള ആളല്ലേ, എൻ്റെ അഭിപ്രായം ഞാൻ പറയാം എപ്പോഴും. ഭഗവത്ഗീത ഇസ് ലൈക്ക് ദാറ്റ്, റൈറ്റ്? ദിസ് ഇസ് വൺ
one scriptural text that does not assume you to be inferior to the Guru. കാരണം ഞാനും നീയും ഒന്നാണ്, നിനക്ക് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, പക്ഷേ നിന്റെ ഇന്റലിജൻസ് കൊണ്ട്, നിന്റെ കഴിവ് കൊണ്ട്, നിന്റെ ചിന്തിക്കാനുള്ള കപ്പാസിറ്റി കൊണ്ട്, നിന്റെ ശരിയും തെറ്റും അറിയാനുള്ള കഴിവ് കൊണ്ട് നീ തിരഞ്ഞെടുക്കുക നിനക്കുള്ള വഴി എന്നാണ് ഭഗവാൻ പറയുന്നത്. എല്ലാം അവസാനം 18 അധ്യായം പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, നീ നിനക്ക് ഇഷ്ടമുള്ള വഴി സ്വീകരിക്കുക. ശിഷ്യന്റെ ഇന്റലക്റ്റിനെ ഒരിക്കലും ഗുരു ചോദ്യം ചെയ്യുന്നില്ല. നീ തെറ്റാണെങ്കിൽ നീ വരും, ശരിയായ വഴിയിലേക്ക് നീ എപ്പോഴെങ്കിലും വരും, പക്ഷെ ഇപ്പോ ദിസ് ഇസ് വാട്ട് യു ഹാവ് ടു ഡു എന്ന് പറയുന്ന പോലെ. അപ്പൊ ഇവിടെയും പറയുന്നത് എന്റെ അഭിപ്രായം ഇതാണ്, ഇതാണ് എന്റെ മതം. പറയാൻ ആലോചിച്ച് നോക്കൂ, ശിഷ്യൻ കംപ്ലീറ്റ് ഈ വിശ്വരൂപമൊക്കെ കണ്ടിട്ട് കംപ്ലീറ്റ് സറണ്ടർ ചെയ്ത് ഇതിനേക്കാളും വലുതൊന്നും ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഗുരു പറയുന്നത് ഇതാണ് എന്റെ അഭിപ്രായം. റൈറ്റ്? നീ ചോദിച്ച ചോദ്യം വളരെ വാലിഡ് ആണ്. ഏതാണ് വലുതെന്ന് നീ ചോദിച്ചു. എന്റെ അഭിപ്രായം, ആരാണോ പൂർണ്ണമായി മനസ്സ് എന്നിൽ അർപ്പിച്ച് ശ്രദ്ധയോടെ എന്നെ ഉപാസിക്കുന്നത് അവനാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ ഇവിടെയാണ് ഒരു മുഴുവൻ ഉത്തരമായില്ലെങ്കിൽ അടുത്ത 2 ശ്ലോകങ്ങൾ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് തുടങ്ങാം. ബാക്കി നാളെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അടുത്ത 2 ശ്ലോകങ്ങൾ ഒരുമിച്ച് ചെയ്യാം. ചിലവര് ഒരുമിച്ച് ചെയ്യും, ചിലവര് രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും. ബട്ട് റിയലി ഡസന്റ് മാറ്റർ, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഏത്വക്ഷരമനിർദ്ദേശ്യം അവ്യക്തം പര്യുപാസതേ സർവത്ര ഗമചിന്യം ച കൂടസ്ഥമജലം ധ്രുവം സംനിയമേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയാ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേരദാഃ. ഏതു അക്ഷരം അനിർദ്ദേശ്യം അവ്യക്തം പര്യുപാസതേ. നിർണയിക്കപ്പെടാൻ സാധിക്കാത്ത, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്ത, അവ്യക്തമായ, ചിന്തിക്കാൻ പറ്റാത്ത, ഓൾവേസ് എസ്റ്റാബ്ലിഷ്ഡ് ആയ, സർവ്വതും വ്യാപിച്ചിരിക്കുന്നതായ നിർഗുണ ബ്രഹ്മത്തെ നീ ധ്യാനിക്കുന്നുവോ അവരെന്നെ പ്രാപിക്കുന്നു. ഇന്ദ്രിയ സമൂഹത്തെ അടക്കി ഇന്ദ്രിയഗ്രാമത്തെ അടക്കി ഫുൾ സമബുദ്ധിയായിട്ട് സർവത്ര സമബുദ്ധയ സർവഭൂതഹിതേരഥ, എല്ലാവരുടെയും സമബുദ്ധിയായിട്ട് എല്ലാ ഭൂതങ്ങൾക്കും നല്ലത് വരണേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നവര് അവരും എന്നെ പ്രാപിക്കും. സോ ഇവിടെ സ്റ്റാർട്ടിങ് ദ ക്വാളിഫിക്കേഷൻസ് ഓഫ് ഹൂ ഈസ് ദാറ്റ് ഉത്തമൻ, ഉത്തമ യോഗി ആരാണ് എന്നുള്ള ക്വാളിഫിക്കേഷൻ. ഇപ്പോഴും പറഞ്ഞില്ല നീ ഉത്തമനാവുന്നത് എന്നെ ഇന്ന രൂപത്തിൽ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ നീ എന്നെ കാണാതെയാണോ, അക്ഷരരൂപത്തിലാണോ എന്നുള്ളതിന് ഉത്തരം അല്ല ഭഗവാൻ പറയുന്നത്. ഇവിടെ ഹിസ് നൗ സ്റ്റാർട്ടിംഗ് ടു എക്സ്പ്ലെയിൻ ദ ക്വാളിഫിക്കേഷൻസ് ഓഫ് ഉത്തമ. അപ്പൊ ഇത് അഗെയിൻ നമ്മൾ 6ാമത്തെ അധ്യായത്തിലെ ധ്യാനയോഗം പറഞ്ഞു, മെഡിറ്റേഷൻ പറഞ്ഞു. ഇതും ഇനിയുള്ള എല്ലാ ശ്ലോകങ്ങളും മെഡിറ്റേറ്റീവ് ആണ്. മെഡിറ്റേഷൻ ആസ് എ പ്രോസസ് വേർ നമ്മൾ നമ്മളെ തന്നെ അറിയുക, നമ്മൾ നമ്മളെ തന്നെ ഇന്ററോഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെഡിറ്റേഷന്റെ ലക്ഷ്യമെങ്കിൽ ഇനിയുള്ള 18 ശ്ലോകങ്ങള് എന്താണ് നമ്മൾ ഫ്രം എ പോയിന്റ് ഓഫ് സറണ്ടർ ടു ദി അൾട്ടിമേറ്റ് ടു ഗെറ്റ് ദി അൾട്ടിമേറ്റ് ഗ്രേസ്. ആ സറണ്ടറിലേക്ക് നമ്മൾ എന്തായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നതാണ് അടുത്ത ശ്ലോകം. ഇവിടെ ഇതിന് ഒരു പ്രിവ്യൂ ആണത്. ഏത്വക്ഷരമനിർദ്ദേശ്യം അവ്യക്തം പര്യുപാസതേ സർവത്ര ഗമചിന്യം ച കൂടസ്ഥമജലം അജലം ധ്രുവം സംനിയമേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയാ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേരഥ. എല്ലാ ഭൂതങ്ങളുടെയും ഹിതം മാത്രം ചിന്തിക്കുന്ന, ഇന്ദ്രിയങ്ങളെ മുഴുവൻ അടക്കി നിർത്തിയ, സർവത്ര സമബുദ്ധിയില്ല, ഇക്വാനിമസായ സ്ഥിതപ്രജ്ഞനായ ആള് തേ പ്രാപ്നുവന്തി മാമേവ എന്നിലേക്ക് തന്നെ വരുന്നു. Absolutely no different from what has been said so far. Again, reinforcement by repetition. കാരണം നമുക്ക് നമ്മുടെ നിത്യജീവിതത്തില് ചില കാര്യങ്ങൾ ഒരിക്കൽ കേട്ടാ മനസ്സിലാക്കണം എന്നുള്ളതാണ് തിയറി എങ്കിലും എത്ര കേട്ടാലും ചിലപ്പോൾ നമുക്ക് മനസ്സിലായി എന്ന് വരില്ല, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞു എന്ന് വരില്ല. കാരണം നമുക്ക് വാസനകളും പല പല കാര്യങ്ങളുണ്ട് ഇതിൻ്റെയൊക്കെ ഓവർലിങ്. അപ്പൊ അതിനെയൊക്കെ ചെയ്യാൻ വേണ്ടി വീണ്ടും വീണ്ടും അർജുനൻ എന്നുള്ള ശിഷ്യനെ മുൻനിർത്തി ഭഗവാൻ വീണ്ടും വീണ്ടും നമ്മളോട് പറയുകയാണ്. ഈ ഭക്തിയോഗം എന്ന് പറഞ്ഞ അധ്യായത്തില്
പറഞ്ഞ അതേ കാര്യങ്ങൾ ഭഗവാൻ കർമ്മയോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇതേ കാര്യങ്ങൾ ഭഗവാൻ ധ്യാനയോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇതേ കാര്യങ്ങൾ ജ്ഞാനയോഗത്തിലും പറയും. പക്ഷെ നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ബുദ്ധിയെ പല വിധത്തിൽ ഉത്തേജിപ്പിക്കാനുള്ള അവസരമായിട്ടാണ് ഗീതാകാരൻ വ്യാസൻ ഇതിനെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്ദ്രിയഗ്രാമങ്ങളെ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ മുഴുവൻ അടക്കി നിർത്തി മുഴുവൻ സമബുദ്ധിക്കുള്ളതൊക്കെ നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിൽ തന്നെ സ്ഥിതപ്രജ്ഞ ലക്ഷണം 10-15 ശ്ലോകങ്ങളിലൂടെ രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടതാണ്. എങ്ങനെയാണോ സ്ഥിരബുദ്ധി അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞത ഉണ്ടാവുക, അത് ഇന്ദ്രിയങ്ങളെ അടക്കിയിട്ടാണ്, മനസ്സിലെ വികാരങ്ങളെ അടക്കിയിട്ടാണ് എന്നൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആള് എന്നിലേക്ക് വരും. സർവഭൂത ഹിതേരത, എല്ലാ ജീവജാലങ്ങൾക്കും ഹിതം ആഗ്രഹിക്കുന്ന ആള്. പിന്നെയോ ഏത്വക്ഷരം അനിർദ്ദേശ്യം, അക്ഷരബ്രഹ്മം, ഓം എന്നുള്ള അക്ഷരം മാത്രം, അല്ലെങ്കിൽ ക്ഷയിക്കാത്തതിനെ, അനിർദ്ദേശ്യം, നിർണയിക്കാൻ പറ്റാത്തത്, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്തത്, അവ്യക്തം, അതിനെ ഉപാസിക്കുന്നവരും സർവത്രകമചിന്യം ച, ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത കൂടസ്ഥം വെച്ചാൽ നമ്മൾ ഈ കൊല്ലന്മാരടിക്കുന്ന ആൻവിൽ ഒരു ഇതിന്റെ മുകളിൽ വെച്ചിട്ടില്ലേ സാധനം അടിക്കുക, അപ്പൊ ആ സാധനം ഇളകാൻ പാടില്ല. സോ കൂടസ്ഥം എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇളകാത്ത, വെരി സ്റ്റേബിൾ എന്നർത്ഥമുള്ളൂ. അങ്ങനെയുള്ള സ്റ്റേബിൾ മൈൻഡോട്ടുള്ള ആൾക്കാർ അക്ഷരബ്രഹ്മനെ അവരും തേ പ്രാപ്നുവന്തി മാമേയോ, ഇതൊക്കെ എൻ്റെ അടുത്തേക്ക് ഞാൻ പറഞ്ഞു. സോ റിയലി നോ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൗ യു ഡു ഇറ്റ്, ഇറ്റ്സ് ദി ആറ്റിറ്റ്യൂഡ് ഓൺ വിച്ച് ഹൗ യു ഡു. ചെയ്യുന്ന പ്രോസസ്സിലല്ല കാര്യം. ഒരു കല്ലിനെ ആയാലും ഈശ്വരനെ കണ്ടാലും ഭഗവാനെ ഒരു രൂപമില്ലാതെ കണ്ടാലും, അതാണ് പണ്ട് കാലത്ത് എല്ലാ പ്രകൃതിയാണ് ഈശ്വരനായിട്ട് കണ്ടിരിക്കുന്നത്, സൂര്യചന്ദ്രന്മാരെയാണ് ഈശ്വരനായിട്ട് കണ്ടിരിക്കുന്നത്, വായു, അരുണനെ. അപ്പൊ അങ്ങനെ കണ്ടാലും, അങ്ങനെ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഈശ്വരനെ കണ്ടാലും, ഒരു കല്ലിൽ ഈശ്വരനെ കണ്ടാലും വിരോധമില്ല. ഇനിയിപ്പോൾ അതൊന്നും വേണ്ട, പൂർണ്ണമായിട്ട് എംപ്റ്റിനെസ്സിൽ ഈശ്വരനെ കണ്ടാലും, അക്ഷരമാണ്, അവ്യക്തമാണ്, അനിർദ്ദേശ്യമാണ്, അതിൽ ഈശ്വരനെ കണ്ടാലും വിരോധമില്ല. പക്ഷെ നമ്മൾ 6ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, ഒരു നമ്മുടെ മനസ്സ് ഓൾവേസ്, നമ്മുടെ മനസ്സും ബുദ്ധിയും ഓൾവേസ് വാണ്ട്സ് എ സപ്പോർട്ട്, ഓൾവേസ് വാണ്ട് സംതിങ് ദാറ്റ് ഇറ്റ് നോസ് ടു റിലേറ്റ്. അപ്പൊ അതിനുള്ള ഉപാധികളാണ് ബാക്കിയൊക്കെ. നേരത്തെ പറഞ്ഞ മാതിരി വേവ്സിനെ അറിഞ്ഞാൽ കടലറിയോ, വേവ്സിൽ കടലിനെ കാണാൻ തുടങ്ങിയാൽ വേവ്സിനെ അറിഞ്ഞാൽ കടലറിയും. ഇനി വേവ്സ് കടലിനെ അറിയാൻ ഒരു ബുദ്ധിമുട്ടാവുമോ, ഇന്ററപ്ഷൻ ആവും. വേവ്സിനെ വേവായിട്ട് മാത്രം കണ്ടു കഴിഞ്ഞാൽ, കടൽ മുഴുവൻ വേവ് ആണെന്നൊരു ചിന്ത വന്നാൽ വേവ് കടലിനെ അറിയാൻ ഇന്ററപ്ഷൻ ആവും. റൈറ്റ്? അപ്പൊ അത് ദി ഒബ്ജെക്ഷൻ രണ്ടിലും ഉണ്ട്. അതിനാണ് ശ്രദ്ധയ എന്നൊരു വാക്ക് പറഞ്ഞത്. എന്താണ് ശ്രദ്ധ? ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലുള്ള വിശ്വാസം. എന്താണോ ശാസ്ത്രം പറയുന്നത് അതിലുള്ള വിശ്വാസം. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും നീ പുതുതായിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമില്ല. അവിടെ നിന്റെ അനുഭവത്തിൽ വരുത്തുക വേണ്ടു. ഈ അറിവ്, ഇത് ഞാൻ പുതിയ സയന്റിഫിക് തിയറി ഒന്നും ഉണ്ടാക്കണ്ട, ഇതൊക്കെ ഉണ്ട്, അനുഭവത്തിൽ വരുത്തുക വേണ്ടു. അതാണ് ശ്രദ്ധ. ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലുള്ള വിശ്വാസം കൊണ്ട് അനുഭവത്തിൽ വരുത്തുക എന്നുള്ളതാണ് ശ്രദ്ധ. അങ്ങനെ ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ പിന്നെ തേ പ്രാപ്നുവന്തി മാം, ഇതിനൊക്കെ എന്നെ തന്നെ പ്രാപിക്കും. ഈ 2 ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച ഒന്നുകൂടെ തുടങ്ങാം. കാരണം ദിസ് ഫോംസ് ദ ബേസിസ് ഫോർ ഇനിയുള്ള ഡിസ്കഷൻസ് ഒക്കെ. വ്യത്യാസങ്ങൾ പറയും. അടുത്ത ശ്ലോകത്തിൽ പറയും നിർഗുണ ബ്രഹ്മത്തില് ബുദ്ധിമുട്ട് കുറച്ച് കൂടുതലാണ്. കാരണം കഷ്ടപ്പെട്ടാൽ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ വീണ്ടും കർമ്മ നിഗ്രഹത്തിനെ കുറിച്ച് പറയും. സോ യു ഗോ ബാക്ക് ടു ഇതുവരെ പഠിച്ചതിന്റെ ഒക്കെ ഒരു സംഗ്രഹമായിട്ടും കൂടെ നമുക്ക് ഈ ചാപ്റ്ററിനെ കാണാം. ബിക്കോസ് എല്ലാ ഐഡിയാസും ഇവിടേക്ക് വീണ്ടും വരുന്നുണ്ട് ഈ 12ാമത്തെ അധ്യായത്തിൽ. അതുകൊണ്ട് ചിലർ പറയും 13, 14, 15, 16, 17 ടു ആൻ എക്സ്റ്റെന്റ്, 18 is a summary. ഈ അധ്യായങ്ങളിൽ the higher concepts, more of an intellectual description, ഒരു തീസിസിന്റെ ഇൻഫറൻസ് മാതിരിയാണ് ബാക്കിയുള്ള ചാപ്റ്റർ. ബേസിക്കലി എക്സ്പെരിമെന്റ്സും കൺക്ലൂഷൻസും 12ഓടെ യു ഷുഡ് ബി ഏബിൾ ടു ഫിഗർ ഔട്ട് ഇൻ എ ഫെയർലി ഡീസെന്റ് മാനർ എന്ന് ചിലർ പറയാറുണ്ട്. അപ്പൊ ഇതുവരെ പറഞ്ഞതിനൊക്കെ ഭഗവാൻ ഇവിടെ ഒന്ന്, കാരണം ഇനിയുള്ളത് ഓരോ ചെറിയ ചെറിയ ടോപ്പിക്സിനെ എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. 13, 14, 15 ഒക്കെ വളരെ, 15 പുരുഷോത്തമ യോഗം ഒരു ടോപ്പിക് അല്ല, 15 ഈസ് എവ്രിതിങ്. പക്ഷെ എന്നാലും ഇറ്റ്സ് എ വെരി ഫോക്കസ്ഡ് എക്സ്പോസിഷൻ ഓഫ് കാരണം അർജുനൻ എന്ന ഒരു ഇന്റലക്ച്വൽ സ്റ്റുഡന്റിന് വീണ്ടും വീണ്ടും വരുന്ന ചോദ്യങ്ങൾ നമ്മുടെ തന്നെ പ്രോഗ്രസ് പോലെ, റൈറ്റ്? കൂടുതൽ അറിയും തോറും കൂടുതൽ സംശയങ്ങൾ വരികയല്ലേ ചെയ്യുക. അങ്ങനെയുള്ളൊരു സ്റ്റുഡന്റിനുള്ള സംശയ നിവാരണമാണ് ഇനി വരുന്നത്. പക്ഷെ ഈ അധ്യായത്തിൽ ഇതുവരെ പറഞ്ഞ എല്ലാ ഐഡിയാസും കണക്ട് ചെയ്തിട്ട് ഫ്രം ആൻ ആറ്റിറ്റ്യൂഡ് പോയിന്റ് ഓഫ് വ്യൂ
ദിസ് ഈസ് ദി കൾമിനേഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു വിധത്തിൽ പറയാം. ഓക്കെ. ഈ പ്രോഗ്രസിന്റെ കാര്യം പറഞ്ഞല്ലോ, ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അർജുനന്റെ ചോദ്യം ഭാവന ഉപാസനയാണോ അനശ്വര തത്വമാണോ ശ്രേഷ്ഠം എന്നാണല്ലോ ചോദ്യം. അപ്പൊ അദ്ദേഹത്തിന് 5-ാമത്തെ അധ്യായത്തിലെ ചോദ്യം കർമ്മയോഗമാണോ കർമ്മസന്യാസമാണോ ശ്രേഷ്ഠം എന്നായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു യാത്ര അല്ലെ. 3-ാമത്തേൽ ചോദിച്ചു കർമ്മമാണോ ജ്ഞാനമാണോ എന്ന് ചോദിച്ചു. കർമ്മമാണോ കർമ്മസന്യാസമാണോ എന്ന് ചോദിച്ചു. സോ പിന്നെ അടുത്ത 2 ശ്ലോകം കണ്ടപ്പോ ശരിക്കും ധ്യാനയോഗത്തിലേക്ക് പോയ പോലെ തോന്നി. ക്ലേശോദിതരസ്തേഷാം, അത് ആ ശ്ലോകം ഇത് നിർഗുണോപാസനയുടെ ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ട് പറയുകയാണ്. പക്ഷെ അത് വേണ്ടാന്ന് പറയണില്ല. അവ്യക്താഹി ഗതിർ ദുഃഖം, അവ്യക്താഹിർഗതി ദുഃഖം ദേഹവദ്ഭിർ അവാപ്യതേ എന്ന് പറയും. ദേഹികൾക്ക്, ദേഹബോധമുള്ളവർക്ക്, ദേഹഭാവനയുള്ളവർക്ക് അവ്യക്തമായിട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പം ധ്യാനം എന്നുള്ളതിൽ നമ്മൾ 6-ാമത്തെ അധ്യായത്തിലും പറഞ്ഞില്ലേ, ധ്യാനത്തിന്റെ പ്രോസസ്സ് നമ്മൾ പറഞ്ഞില്ലേ. ധ്യാനത്തിൽ നമ്മൾ ഒരിക്കലും അവ്യക്തം എന്നുള്ള അല്ലെങ്കിൽ അക്ഷരം എന്നുള്ളതാണ് വേണമെങ്കിലും നമ്മൾ ഓം എന്നുള്ളൊരു സിമ്പിൾ അവിടെ വെച്ചു, റൈറ്റ്? കാരണം അതും കൂടി ഇല്ലാതെ പറ്റില്ലല്ലോ. അപ്പൊ എന്താണ് ഓമിലൂടെ ആ മാലൂടെ സൃഷ്ടിസ്ഥിതി ലയം എന്ന് പറയാം, അല്ലെങ്കിൽ ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥ എന്ന് പറയാം. ആ മാവിലൂടെ ഉള്ള തുരീയാവസ്ഥയിലേക്ക്, ഇത് 3നും കാരണഭൂതമായ ആ അവസ്ഥയിലേക്ക്, വേറൊന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് ഓമിലൂടെ പോകുന്നതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. പക്ഷെ അതിനും ഒരു ആലംബം വേണം. അതിന് പറഞ്ഞു ആദ്യം എങ്ങനെ ഇരിക്കണം, എവിടെ നോക്കണം, എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണം, അങ്ങനെയുള്ള പ്രോസസ്സും പറഞ്ഞു ആ അധ്യായത്തിൽ. ഭഗവാൻ സ്വാമികളുടെ ഈശ്വര ദർശനത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്, ഈ ഈശ്വരനെ നിങ്ങൾ രൂപത്തോടെ വേണോ, അല്ല രൂപം ഇല്ലാണ്ട് പ്രാർത്ഥിക്കണോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ തർക്കിക്കും. അതിലൊന്നും ഒരർത്ഥമില്ല. രൂപം വേണ്ട ഒരു രൂപത്തോടെ പ്രാർത്ഥിച്ചോട്ടെ, രൂപം വേണ്ട എന്നുള്ളവർ വേണ്ട ഇരുന്നോട്ടെ, അത്രയേ ഉള്ളൂ അതില് എന്ന് പറയും. പക്ഷെ അത് നമ്മൾക്ക് ഈ രൂപം വേണോ വേണ്ടയോ അല്ലെങ്കിൽ നാമജപം, ഇതൊക്കെ നമ്മുടെ ഒരു മാനസിക തലത്തിന്റെയും കൂടിയാണ്. ഇപ്പോ കലിയുഗത്തിൽ നാമസങ്കീർത്തനം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ കാലത്ത്, അല്ലെങ്കിൽ ഇപ്പൊ സത്യയുഗം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു ജനങ്ങളുടെ മാനസിക നില വളരെ ഡിഫറെന്റ് ആണ്. അവിടെ ഈ അദ്വൈത തത്വം വളരെ വേഗം കയറിക്കോളും. ആ ഒരു ഇതായിരുന്നു. ഇന്ന് നമുക്ക് അത്ര എളുപ്പത്തിൽ ഇതൊന്നും പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും പഠിച്ചാലും അറിഞ്ഞാലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് ഈ ഓരോന്ന് സഹായിക്കുന്നത്. ഇപ്പൊ വിദ്യാരണ്യസ്വാമികൾ പറയും, വിദ്യാരണ്യസ്വാമികളുടെ അടുത്ത് ശിഷ്യൻ പോയിട്ട് എനിക്ക് ധ്യാനിക്കാൻ പറ്റുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാ വേണ്ട, നീ കുറച്ചു നേരം നാമം ചെല്ലാനും എനിക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഓരോന്ന് അവസാനം പറയും, എന്നാ നീ പോയി വയലിൽ പോയിട്ട് കുറച്ചു നേരം കളക്ക്, അങ്ങനെയെങ്കിലും ആ ശ്രദ്ധ കോൺസെൻട്രേഷൻ വരട്ടെ, അവിടേക്ക് വരട്ടെ ആയിരുന്നു. അവിടുന്ന് പിന്നെ മുകളിലേക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതിന്റെ ഈ ആളുകൾ നമുക്ക് ശ്രദ്ധയെ കൂടുതൽ, ശ്രദ്ധ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശ്രദ്ധ അത്രയേ ഉള്ളൂ. അതിനെ കൊണ്ടുവരാൻ, ആ കോൺസെൻട്രേഷൻ കൊണ്ടുവരാൻ പോലും കൂടുതൽ സഹായിക്കും നാമജപം. ഇങ്ങനെയുള്ള ഓരോന്ന് അതിലൂടെ പതുക്കെ മുകളിലേക്ക് എലിവേറ്റ് ചെയ്യാൻ പറ്റും. അൾട്ടിമേറ്റ്ലി ഇപ്പൊ ഇതിനകത്തും വളരെ അവസാനത്തെ അതിനകത്ത് പര്യുപാസത എന്ന് പറയുമ്പോൾ ശരിക്കും അത് ധ്യാനം തന്നെയാണ്. അവിടെ ഭക്തി എന്ന് പറയുന്നത് ധ്യാനം തന്നെയാണ്. അത് നാരായണ ഗുരു ഒക്കെ പറയുന്നത് തന്നെ ഭക്തി ആത്മാനുസന്ധാനം എന്നാണ് ഭക്തിയെ പറ്റി പറയുന്നത് നാരായണ ഗുരു. അതുപോലെ ശങ്കരാചാര്യം സ്വസ്വരൂപാനുസന്ധാനമാണ് ഭക്തി എന്നാണ് നിർവചിക്കുന്നത് ഭക്തിയെ ഒരു തരത്തിൽ. അപ്പൊ അൾട്ടിമേറ്റ്ലി അതാണ് ഈ അദ്വൈതം എന്നുള്ള സങ്കല്പത്തിൽ തന്നെ ആത്യന്തികമായിട്ട് എത്തുന്നത് എന്താണ്? നമ്മള് രണ്ടില്ല, ഒന്നേ ഉള്ളൂ. ആ ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നില്ല, രണ്ടില്ല എന്നുള്ള അവസ്ഥ. അത് എത്തിപ്പോഴെത്താണ്. അപ്പൊ ഞാൻ എന്നുള്ളത് പോവുക. അത് പോവാനുള്ള പല വഴികളിൽ ഒന്നായിട്ട് മാത്രമാണ് ഭക്തി, അല്ലെങ്കിൽ അതിലേക്ക് ഉയരാൻ സഹായിക്കുന്ന രൂപത്തിൽ കൊണ്ടുവരാന്നാണ്. ഇപ്പം നേരത്തെ രമണ മഹർഷി പറയുന്നുണ്ട്, ഇപ്പൊ ഏത് യോഗ ആയാലും ഹൃത്സ്ഥലേ മനഃസ്വസ്ഥതാക്രിയ ഭക്തി യോഗ ബോധാഷ്ടധിഷ്ഠിതം. ഏത് യോഗം എന്ത് നമ്മൾ അൾട്ടിമേറ്റ്ലി വേണ്ടത് ഹൃത്സ്ഥലത്തിൽ മനസ്സിനോടെ സ്വസ്ഥാക്കിയിട്ട് വെക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോ പിന്നെ വേറൊന്നില്ല എന്നുള്ള അവസ്ഥ. ഭക്തിയുടെ ഇത് പറയുമ്പോൾ ശരിക്കും ഇപ്പൊ മീരയുടെ ഭക്തി അങ്ങനെ അത്രയും തീവ്രമായ ഒരു അവസ്ഥ എത്തുമ്പോഴാണ് നമുക്ക്
എത്താവുന്നത്. മീരയ്ക്കൊക്കെ മറ്റൊന്നും ഇല്ലെങ്കിലും, അതായത് മീരയെ കുറിച്ച് സച്ചിദാനന്ദൻ എഴുതിയ കവിതയിൽ പോലും പറയുന്നുണ്ട്, ഈ ഒരുപക്ഷെ ഭക്തിയോ ഇതിനോ അംഗീകരിക്കാത്ത സച്ചിദാനന്ദനെ മീരയെ പറ്റി പറയുമ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് അലഞ്ഞു നടക്കുമ്പോഴും ലോകം മുഴുവനും ഞാനാകിൽ എങ്ങനെ ഏകാഗിയാകുവാൻ ഞാൻ ഏകയാകിലും ആണ് മീരയെ പറ്റി പറയുന്നത്. ഏകാഗിയായിട്ട് നടക്കുകയാണെങ്കിലും ലോകം മുഴുവൻ ഞാനാണെന്നുള്ള ഉറച്ച ബോധം വന്നു. അവിടെ ഏകാഗിയല്ല, പിന്നെ ഒറ്റപ്പെടലില്ല എന്നുള്ള ഒരു പ്രകടനപരമായ ഭക്തിയെ, അത് ശരിക്കും ഈ അധ്യായം അവിടെ വളരെ കൃത്യമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇന്ന് ഭക്തി എന്ന് കരുതുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് ഒന്നുമല്ല ഭക്തിയുടെ പ്രകടനങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഒന്നും ഭക്തിയേ അല്ല. നമ്മൾ നാമം ജപിക്കണമെന്നോ അമ്പലത്തിൽ പോകണമെന്നോ അങ്ങനൊന്നും അല്ല, അതൊന്നുമല്ല എന്നുള്ള വളരെ ഇതിന്റെ വേറെ രൂപം ഇപ്പൊ ഉള്ളൂരിന്റെ ഒക്കെ കവിതയിൽ പറയുന്ന പോലെ അടുത്തു നിൽപ്പോർ അനുജനെ നോക്കാൻ അനക്ഷികളില്ലാത്തോർ കരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്ത് ആശ്ചര്യം ഉള്ളൂര് പറയും. അപ്പൊ ഭക്തിയുടെ കുറിച്ച് കൂടുതൽ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതിനകത്ത്, ഈ അധ്യായത്തിന്റെ. ഇത് ഭക്തി എന്നുള്ളത് ഒരു വ്യത്യാസമുള്ള, അല്ലെങ്കിൽ നമ്മള് ഒരു ചില സമയങ്ങളിൽ മാത്രം ഉണ്ടാവുന്ന ഒരു കാരണം ഭഗവത്ഗീതയിൽ മുഴുവൻ പറയുന്നത് റൈറ്റ്, എന്നെ കുറിച്ച് കോൺസ്റ്റന്റ്ലി തിങ്കിങ് ഓഫ് മീ എന്നുള്ളൊരു ഐഡിയ ഇല്ലേ. അപ്പൊ ഭക്തി എന്നുള്ളത് ഈസ് എൻ അണ്ടർലൈങ് തിങ് ഇൻ വിച്ച് നിങ്ങൾ ചെയ്യുന്ന എല്ലാത്തിലും ഉണ്ടാവേണ്ട ഒരു അവസ്ഥ. അപ്പൊ ഭക്തിയെ ശ്രദ്ധയായിട്ട് കമ്പയർ ചെയ്യുന്നു, ഭക്തിയെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലുള്ള ഡെഡിക്കേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുന്നു, ഭക്തിയെ നമ്മുടെ സെൽഫ്ലെസ്നെസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നു. അപ്പം അതാണ് ഭക്തി ആസ് എൻ ആറ്റിറ്റ്യൂഡിനൽ തിങ് ആൻഡ് ഭക്തി നോട്ട് ആസ് എൻ ആക്ഷനബിൾ തിങ് ആണ് ഈ അധ്യായത്തിൽ മുഴുവൻ പറയുന്നത്. ചേട്ടാ ഒരു ഔട്ട്കം അല്ല, ഇറ്റ്സ് മോർ ലൈക്ക് ആൻ അഡ്ജക്റ്റീവ് അല്ലേ? കറക്റ്റ്, അതെ. there is nothing, കാരണം ഭക്തി നമുക്ക് that's a very important point, right? നമുക്ക് ധാരാളം സമയത്ത് ഭക്തി is for something, right? That for something could be a selfish request. അമ്പലത്തിൽ പോയിട്ട് വഴിപാട് കഴിച്ചിട്ട് ഞാനൊരു ഭക്തനാണ്, ഞാൻ ഈ വഴിപാട് കഴിച്ചു, എനിക്ക് ഇന്നത് വേണം എന്നുള്ള സെൽഫിഷ് റിക്വസ്റ്റ് ആവാം. Or bhakti could be an inner thing that you desire for your own peace of mind. പക്ഷേ എങ്ങനെ വന്നാലും ഭക്തി as a vehicle to gain something that is tangible, correct? പക്ഷേ both of which are not wrong. ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്നെ നീ ഒരു ആവശ്യത്തിന് എന്നെ വിളിച്ച് എന്നിൽ നീ ഒരു ആവശ്യം ചോദിച്ചാല് ആ ചോദിച്ചതിനനുസരിച്ച് ഞാൻ തരുമെന്ന് നേരത്തെ പറഞ്ഞു. സോ ആസ്കിങ് ഭഗവാൻ വേറെ ആരോടാ ചോദിക്കുക, അതുകൊണ്ട് ഭഗവാനോട് ചോദിച്ചു, ദാറ്റ് ഈസ് ഓക്കെ, ഈവൻ ദോ ദർ ഇസ് എ സെൽഫിഷ് ഇന്റന്റ് ഇൻ ഇറ്റ്. അതിനാണ് നമ്മൾ ഈ പറഞ്ഞത് മുഴുവൻ, ഓവർകം ദാറ്റ് വിത്ത് യജ്ഞ ഭാവന, സോ ദാറ്റ് സെൽഫിഷ്നെസ് ഗോസ് അവേ, യു ഗെറ്റ് ദാറ്റ് പ്യൂരിറ്റി. രണ്ടാമത് ഭക്തി ആസ് സംതിങ് വേർ ഐ ക്യാൻ ഗെറ്റ് പീസ് ഓഫ് മൈൻഡ്. എനിക്ക് പിടിക്കാനുള്ള ഒരു അത്താണിയായിട്ട്, എനിക്ക് മനസമാധാനത്തിനുള്ള ഒരു ഉപാധിയായിട്ട് ഈശ്വരൻ എന്നുള്ള ആ ഒരു രൂപത്തിനെ ഞാൻ ഭക്തിയോടെ പോകുന്നു, വിച്ച് ഓൾസോ ഈസ് ഗുഡ്. പക്ഷെ എപ്പോഴും അതിൽ പിടിച്ചുകൊണ്ടിരുന്നാല് ചിന്മയാനന്ദൻ പറയുന്ന പോലെ പോൾ വാൾട്ടിൽ പോൾ പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അറ്റ് സം ടൈം യു ഷുഡ് ഡ്രോപ്പ് ദ പോൾ ഓൾസോ ടു ഗെറ്റ് ടു ദ ഹയർ ഓർ ടു ഗെറ്റ് ടു ദി അതർ സൈഡ്. അപ്പൊ ഒരു രൂപത്തിലാണ് പിടിക്കുന്നതെങ്കിൽ ആ രൂപത്തിനെ മുഴുവൻ പിടിച്ച് ഇത് തന്നെയാണ് എല്ലാം എന്ന് പറയുന്നത് ഓൾസോ ഈസ് എൻ ഇംപീഡിമെന്റ് ടു ദ പാത്ത്, ബിക്കോസ് മറ്റൊന്നും അറിയാൻ പറ്റില്ല പിന്നെ. സോ അതുകൊണ്ടാണ് ഈവൻ നമ്മൾക്കൊക്കെ സഗുണോപാസന എന്നെ പറ്റുള്ളൂ എങ്കിലും സഗുണത്തിൽ നിന്ന് നിർഗുണത്തിലേക്കുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ഇവൻച്വലി അത്യാവശ്യമാണ് എന്ന് പറയുന്നത്. ഒരു നാമോ രൂപോ വെച്ചിരുന്നാല് യു ആർ നെവർ ഓവർകമ്മിങ് ദാറ്റ് ലിമിറ്റഡ്നെസ്. അപ്പൊ അതുകൊണ്ട് ഈവൻ ദോ നമുക്ക് എപ്പോഴും എനിക്ക് സുഖമാണ് എന്ന് എനിക്കല്ലാതെ മറ്റാർക്കും അറിയാം അല്ലെ. സോ ഇവൻച്വലി ദിസ് ഇസ് ഓൾ an internal exercise that നമ്മൾ ചെയ്യുന്നത് ഫോർ അവർ ഓൺ ഇന്റേണൽ തിങ്. സോ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഈ ഒരു സാധനത്തിനെ സാധനമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് might also become an impediment. അതുകൊണ്ടാണ് മോക്ഷം വേണമെന്നുള്ളവർക്ക് പറയും
മോക്ഷം വേണമെന്നുള്ള ആഗ്രഹം കൂടെ ഡ്രോപ്പ് ചെയ്യണം മോക്ഷം കിട്ടാൻ, റൈറ്റ്? പക്ഷെ തുടക്കത്തിൽ മോക്ഷം വേണമെന്നുള്ള ആഗ്രഹമാണ്. എല്ലാവരും മോക്ഷം ഇച്ഛിക്കൂ. വിവേക് ചൂഡാമണിയിൽ ആദ്യം തന്നെ പറയുന്നത് എന്താണ്? എല്ലാ മോഹങ്ങളും അവസാനിപ്പിച്ചിട്ട് മോക്ഷം വേണമെന്നുള്ള ആഗ്രഹം മാത്രമേ, മുമുക്ഷുത്വമാണ് വേണ്ടത്, മോക്ഷം വേണമെന്നുള്ള ആഗ്രഹമാണ് വേണ്ടത് എന്ന് പറയും. മുമുക്ഷുത്വം വേണം, മനുഷ്യത്വം മുമുക്ഷുത്വം എന്നൊക്കെ പറയും. മുമുക്ഷുത്വം വേണമെന്ന് പറയും. പിന്നെന്താ പറയുക, കുറെ കഴിഞ്ഞാല് ഈ മുമുക്ഷുത്വം പിടിച്ചുകൊണ്ടിരുന്ന അതും ബുദ്ധിമുട്ടാണ്. ആ മുമുക്ഷുത്വവും വിട്ടാലേ മോക്ഷം കിട്ടൂ. കാരണം എന്തിനെ പിടിച്ചിരുന്നാലും you are not getting to the ultimate, right? Drop that also. But again, it has to be an organic process once you learn and once you understand. But yes, it is at the end of the day, bhakti has to be nammade that clear attitude, selfless attitude. യമുനയിൽ കരഹര പ്രിയയായിരുന്നെങ്കിൽ മഴമുകിലെ നിന്നെ തഴുകിയേനേ. നീ എന്നുമെന്നുമെൻ പ്രേമ സംഗീതത്തിൽ നീരാടി നിഗമങ്ങൾ തീർത്തേനേ. യമുനയിൽ കരഹര പ്രിയയായിരുന്നെങ്കിൽ മഴമുകിലെ നിന്നെ തഴുകിയേനേ. നീ എന്നുമെന്നുമെൻ പ്രേമ സംഗീതത്തിൽ നീരാടി നിഗമങ്ങൾ തീർത്തേനേ. യദുകുലം തളിർത്തതെൻ മനസ്സിലല്ലോ, യാമങ്ങളാദിസ്വരങ്ങളല്ലോ. യദുകുലം തളിർത്തതെൻ മനസ്സിലല്ലോ, യാമങ്ങളാദിസ്വരങ്ങളല്ലോ. നീ എന്നെയും പിന്നെ ഞാൻ നിന്നെയും ഇടയന്മാരാക്കുന്ന മായയല്ലോ. ഇത് ഗുരുവായൂരപ്പ നിൻ ലീലയല്ലോ. യമുനയിൽ കരഹര പ്രിയയായിരുന്നെങ്കിൽ മഴമുകിലെ നിന്നെ തഴുകിയേനേ. നീ എന്നുമെന്നുമെൻ പ്രേമ സംഗീതത്തിൽ നീരാടി നിഗമങ്ങൾ തീർത്തേനേ. വേദങ്ങൾ മുക്തിദളങ്ങളല്ലോ, വേദന കർപ്പൂരനാളമല്ലോ. വേദങ്ങൾ മുക്തിദളങ്ങളല്ലോ, വേദന കർപ്പൂരനാളമല്ലോ. കണ്ണീരിലും നിന്റെ തൃക്കൈയിലും ഞാൻ വെണ്ണയായി കുഴയുന്ന പുണ്യമല്ലോ. കണ്ണാ ഞാൻ കൃഷ്ണ തുളസിയല്ലോ. യമുനയിൽ കരഹര പ്രിയയായിരുന്നെങ്കിൽ മഴമുകിലെ നിന്നെ തഴുകിയേനേ. നീ എന്നുമെന്നുമെൻ പ്രേമ സംഗീതത്തിൽ നീരാടി നിഗമങ്ങൾ തീർത്തേനേ.